കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണനയും അപമാനവുമാണ് ലഭിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 10 ബജറ്റിലും അവഗണിച്ചതിന് പുറമെ കേരളത്തിനെതിരെ അപവാദ പ്രചരണവും നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് തളിപ്പറമ്പിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. നിങ്ങൾ തമസ്കരിച്ച കേരളത്തെ ഞങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റും. അതാണ് LDF മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണനയും അപമാനവുമാണ് ലഭിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 10 ബജറ്റിലും അവഗണിച്ചതിന് പുറമെ കേരളത്തിനെതിരെ അപവാദ പ്രചരണവും നടത്തി. LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് തളിപ്പറമ്പിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ തമസ്കരിച്ച കേരളത്തെ ഞങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റും. അതാണ് LDF മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും തള്ളുകയും കേരളത്തിനെതിരായ അപവാദ പ്രചരണങ്ങൾക്ക് നല്ല രീതിയിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇന്ത്യയുടെ ഭരണാധികാരികൾ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, കേരളം എന്ന നാട് ഇന്ത്യ എന്ന വലത് തീവ്ര വർഗീയ ശക്തിയായ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കീഴിൽ ഞങ്ങളെ എത്രത്തോളം അപമാനിക്കാനാവുമോ അത്രത്തോളം അപമാനിക്കുന്ന സാഹചര്യത്തിലും ഞാൻ ഒരു കാര്യം പറയുമെന്ന് പറഞ്ഞ് ഇതാണ്: ഇന്ത്യൻ ഭൂപടത്തിന്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ തമസ്കരിക്കുന്ന കേരളം ലോകോത്തരമായ ലോകം അടയാളപ്പെടുത്തുന്ന ഒരു നാടായി ഞങ്ങൾ ഈ കേരളത്തെ മാറ്റും. അതാണ് അതിന് കൃത്യമായ പ്രതികരണം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നേരിട്ടത് വലിയ അവഗണനയാണ്. രാഷ്ട്രീയ പകപോക്കലാണ് കേരളത്തോട് കാണിക്കുന്നത്. വലത് തീവ്ര വർഗീയ ശക്തിയായ നരേന്ദ്രമോദിയുടെ കീഴിൽ കേരളം ഒരുപാട് അപമാനവും നേരിട്ടു. കേരളം ലോകം അംഗീകരിക്കുന്ന ഒരു നാടായി ഇടതുപക്ഷ മുന്നണിയുടെ കീഴിൽ ഉയരും. മതനിരപേക്ഷതയുടെ നാടാണ് കേരളം. മതനിരപേക്ഷതയുടെ ഗുണനിലമായ കേരളത്തെ BJPയുടെ വർഗീയ ശക്തികൾ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. നിരപേക്ഷത എന്ന് പറയുമ്പോൾ എല്ലാ ജാതി മതവിഭാഗങ്ങൾക്കും ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്ന സഹിഷ്ണുതയുള്ള ഒരു നാട്, അതാണ് ഈ കേരളം. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ട് സാഹോദര്യത്വത്തോടെ മുന്നോട്ടേക്ക് പോയ ഈ നാട്, ആ നാട് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന മതനിരപേക്ഷതയുടെ വിളനിലമാണ്. അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. അത് പഴയതിനേക്കാളും കൂടുതൽ ശക്തിയാർജിച്ച് ഇന്ത്യൻ ഭരണാധികാരി വർഗമായ BJPയുടെ പിന്തുണയോടുകൂടി സംഘപരിവാർ വിഭാഗം വർഗീയ ശക്തികൾ ഈ തെളിനീരൊഴുകുന്ന ഈ കേരളത്തിന്റെ തെളിനീരിൽ വിഷം കലക്കാനാണ് വർഗീയതയുടെ വിഷം. ചടങ്ങിൽ AV ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. KS സലീഖ, KK രാഗേഷ്, TV രാജേഷ്, P സന്തോഷ്, K സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖല LDF വികസന മുന്നേറ്റ ജാഥയെ പ്ലാസ ജംഗ്ഷനിൽ വെച്ച് സ്വീകരിച്ചു. മുത്തുകുടകളുടെയും വാദ്യമേളകളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ജാഥയെ കാക്കാത്തോട് ബസ് സ്റ്റാൻഡിലെ സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.